ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായിട്ട് ചാലഞ്ച് ചെയ്യുന്നു, ഡെയിലി വ്ളോഗ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു ഫേസ് പാക്ക് മുഖത്ത് എങ്ങനെ ഇടാമെന്നാണ്. എങ്ങനെ ഇടാമെന്നല്ല, എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും ഒക്കെയാണ്. അപ്പോൾ ആദ്യം എൻ്റെ മുഖം എന്താ കറുത്തിരുണ്ട്, മുഖം ഞാൻ പോയി സോപ്പിട്ട് കഴുകിയിട്ട് വരാം. മുഖം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം ആദ്യം. അപ്പോൾ ഗൈസ്, ആദ്യം നമുക്ക് മുഖം കഴുകുന്നതിന് മുമ്പ് ആദ്യം ഈ തലമുടി ഒന്ന് പിടിച്ച് കെട്ടി വയ്ക്കണം, അല്ലെങ്കിൽ മുടിയിലെല്ലാം ആകും. ആദ്യം തലമുടി ഒന്ന് പിടിച്ച് കെട്ടി വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ ഈ ക്ലിപ്പ് വെച്ചാണ് കെട്ടിയിരുന്നത്. ഇനി നമുക്ക് മുകളിലോട്ട് പിടിച്ച് കെട്ടാം. എനിക്ക് ഈ ക്ലിപ്പ് വെച്ച് മുടി കെട്ടാനാണ് ഇഷ്ടം, കാരണം ഒതുങ്ങിയിരുന്നോളും. നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മുകളിലേക്ക് പിടിച്ച് ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ പിടിച്ച് കെട്ടി വയ്ക്കാം. ഓക്കെ, ഈ ബോയും കൂടെ ഇട്ട് കൊടുക്കാം, ചെറിയ മുടിയൊന്നും ഒന്നിരിക്കില്ലല്ലോ. അപ്പോൾ ഗൈസ്, ഓൾ സെറ്റ്. ഇനി പോയി ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ മുഖം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഗൈസ്, ഞാൻ പോയി ആദ്യം എൻ്റെ മുഖം തോർത്തുകൊണ്ട് തുടച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ടത് ഒരു ഏത്തപ്പഴമാണ്. എന്താ, നല്ല കറുത്ത തൊലിയൊക്കെ ഉള്ള ഏത്തപ്പഴമാണ്. നമുക്കിത് തൊലി കളഞ്ഞെടുക്കണം. ഇതിൻ്റെ പകുതിയും വേണ്ട, കാൽഭാഗം മതി, മുഖത്ത് മാത്രം ഇടാനല്ലേ. അപ്പോൾ ആദ്യം അങ്ങനെ എടുക്കണം. അതെടുത്തിട്ട് വരാം. ഞാൻ ആദ്യമേ വേറൊരു പഴം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ക്യാമറ തിരിഞ്ഞു പോയതാണ് അത് എടുത്തപ്പോൾ. അപ്പോൾ നമുക്ക് പഴം നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാ നിങ്ങൾ കണ്ടില്ലേ ഈ പഴം? ഞാൻ കുറച്ച് ഇത് ഉടച്ച് വെച്ചേക്കണതാണ്. സ്പൂണിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. നന്നായിട്ട് ഇതിങ്ങനെ ഉടച്ചെടുക്കണം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ഒരു തുള്ളി 2 തുള്ളിയോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് ഇടുന്ന രണ്ടാമത്തെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ആദ്യം ഞാൻ ഒന്നിട്ടായിരുന്നു ഒരു വീഡിയോ, അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രണ്ടാമത് ഇടുന്ന ഫേസ് പാക്കാണ്. നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റൂ ഞങ്ങളുടെ വീഡിയോ എങ്ങനെയാണ്, നല്ലതാണോ നല്ലതല്ലാത്തതാണോ, കാര്യങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനത്തെ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര അളവ് മതി. കാണുന്നില്ലേ? ഇത് ഞാൻ ഒഴിക്കുമ്പോൾ കാണാം. ഈ ഒരു അളവ് മതി. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഗ്ലാസ് മാറ്റി വയ്ക്കാം, കാണാൻ പറ്റുന്നില്ല. ഉടച്ചിതാ ഈ ഒരു പരുവമാക്കണം. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ, ഇനി ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യണം. കടലമാവാണ്. ഞാൻ കടലമാവ് കാണിച്ചു തരാം. കടലമാവ് ഒരു ആവശ്യത്തിന്, നിങ്ങൾക്കറിയായിരിക്കുമല്ലോ നിങ്ങൾ എത്ര പഴമാണോ എടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിനുള്ള കടലമാവാണ് എടുക്കേണ്ടത്. അപ്പോൾ ഗൈസ്, ഇതാ കടലമാവ് നിങ്ങൾ കാണുന്നില്ലേ? ഇത് പതുക്കെ ഇട്ട് കൊടുക്കാം. ഇത്ര മതിയാവും.
നിങ്ങൾക്കറിയായിരിക്കുമല്ലോ നിങ്ങൾ എത്ര പഴമാണോ എടുക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഒരു കടലമാവ് ഇനി ഇത് മിക്സ് ചെയ്യാൻ നോക്കുക. നന്നായിട്ട് കുഴയണം. ഇത് കുറച്ച് കട്ടി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നിങ്ങളിത് കാണുന്നില്ല. ഈ ഒരു പരുവത്തിന് ഇനി നമുക്ക് മുഖത്തെടുത്തിടാം. അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമുക്കിടാം. കുറച്ചെടുത്ത് ആദ്യം നെറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ പതിയെ തേച്ച് പിടിപ്പിക്കാം. ഗായ്സ്, ഇത് ഒരുപാട് ബാക്കി വന്നു. ഞാൻ വിചാരിച്ചതല്ല ഇത്രയും ബാക്കി വരുമെന്ന്. ഞാനെടുത്ത പഴം കൂടിപ്പോയെന്നാണ് തോന്നുന്നത്. നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഏത്തപ്പഴത്തിൽ തോനെ വൈറ്റമിൻസും മിനറൽസും ഉള്ളത് കൊണ്ട് ഇത് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. ബോഡിക്കല്ല, ഫേസിന് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കഴുകി കളഞ്ഞിട്ട് നോക്കാം എന്തായിരിക്കും റിസൾട്ടെന്ന്. ഇതെൻ്റെ മുഖത്ത് ഉണങ്ങി. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മുഖത്ത് അത് ഒരുവിധം ഉണങ്ങുന്ന പരുവം. അപ്പോൾ പോയി കഴുകി കളയാം. അപ്പോൾ ഞാൻ പോയി കഴുകാൻ പോവുകയാണ്. കഴുകിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, മുഖം കഴുകിയതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ഗ്ലോ വന്നതുപോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് കാലത്തെ ഞാൻ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന് എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഒരു മുട്ട പുഴുങ്ങിയിട്ട് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ കുരുമുളക് പൊടി അതൊക്കെ ഇട്ടൊരു മിക്സാക്കി ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ ഒരു രസം വെച്ചു. അതാണ് ഇന്ന് ഉച്ചയ്ക്ക്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് മുട്ട എല്ലാവരും കഴിച്ച് കുറേ തീർന്നു പോയി. പിന്നെ രസം. എനിക്ക് എന്തൊരു വയ്ക്കാൻ അറിഞ്ഞൂടെങ്കിലും ഞാൻ രസം വയ്ക്കാൻ മാത്രം മറക്കൂല. വീട്ടിലുള്ളവരെല്ലാവരും രസത്തിൻ്റെ ഒരു ഫാനാണ്. രസം ഇല്ലാതെ ഒരു ദിവസം ഞങ്ങളെ വീട്ടിലില്ല. ഞങ്ങൾക്ക് ഏത് നേരം കഴിച്ചാലും ചോറ് കഴിക്കണ സമയമെല്ലാം രസം വേണമെന്നാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഫേസ് പാക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ ശരി, ബായ്, നാളെ കാണാം.